കുറച്ച് പേര് നമ്മുടെ കമൻറ്റിൽ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡൗട്ട് നമുക്ക് ഇന്നിവിടെ ക്ലിയർ ചെയ്യാം. ഹലോ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഈസി ആയിട്ടും അത് നമ്മുടെ കുർത്തയുടെ സാരിയുടെ ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ട്രെൻഡിങ്ങിലുള്ള ഇൻവിസിബിൾ ചെയിൻ ആണ്. അപ്പോൾ അതിന് ഞാനിവിടെ ബീഡും ബീഡ് ക്യാപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഡ് ഒരു 8 mm ആ ഒരു സൈസിൽ വരുന്ന ബീഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് കൊളുത്താണ്. ഞാനിവിടെ എസ് കൊളുത്താണ് എടുത്തിരിക്കുന്നത്. ഇൻവിസിബിൾ ചെയിൻ അധികം എസ് കൊളുത്ത് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഞാനിവിടെ എസ് കൊളുത്താണ് എടുത്തിരിക്കുന്നത്. അത് പ്ലേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇൻവിസിബിൾ ചെയിൻ്റെ ഗിയർ വയർ ആണ്. അത് ഗോൾഡൻ ആണ് എടുത്തിരിക്കുന്നത്, സിൽവർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൗട്ടാണ് നമ്മളോട് എല്ലാവരും ചോദിച്ചിരുന്നത്. ഗിയർ വയറിന് സൈസ് ഉണ്ടോ എന്നായിരുന്നു കേട്ടോ പല ക്വസ്റ്റ്യനും വന്നിരുന്നത്. അപ്പോൾ ഗിയർ വയറിന് സൈസ് ഇല്ല. സൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വയറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും. ഇതാണ് കോപ്പർ വയർ. കോപ്പർ വയറിന് സൈസ് ഉണ്ട്. അത് ഇങ്ങനെ 0.4 mm 5 mm അങ്ങനെ പറഞ്ഞിട്ട് അതുമേ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ഹെയർ ആക്സസറീസ് ചെയ്യാനാണ് അധികം യൂസ് ചെയ്യുന്നത്. ജ്വല്ലറീസും ചെയ്യും. അപ്പോൾ കോപ്പർ വയറും ഗിയർ വയറും തമ്മിൽ തെറ്റരുത്. കോപ്പർ വയർ ഒരു കമ്പിയാണ്. അത് നമുക്കിങ്ങനെ വളച്ച് കഴിഞ്ഞാൽ അത് വളയുന്ന ടൈപ്പ് നമ്മുടെ സാധാരണ കമ്പി പോലെ ആണ്. അത് കനം കൂടിയതും കനം കുറഞ്ഞതും ഉണ്ട്. അതിനാണ് MM എഴുതുന്നത് അവിടെ കനം അനുസരിച്ചിട്ട്. അപ്പോൾ ഇതാണ് കോപ്പർ വയർ. ഇതിൻ്റെ പല കളറും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഗിയർ വയർ വന്നിട്ട് നമുക്കിതുപോലെ വളച്ച് കഴിഞ്ഞാൽ വളഞ്ഞങ്ങനെ ഇരിക്കില്ല. അത് വീണ്ടും അതേ രീതിയിലാവും. പക്ഷെ അവിടെ ഒരു ഉണ്ട് ഇതുപോലെ വെട്ട് പോലെ വരും. അങ്ങനെയാണ് ഗിയർ വയർ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഡൗട്ട് എല്ലാവരുടെയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഗിയർ വയർ നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ മാല ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിങ് കിട്ടില്ല, അവിടെയൊക്കെ വളഞ്ഞിരിക്കും. ഗിയർ വയറിൽ നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. കാരണം ഇൻവിസിബിൾ ചെയിനിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലവും ഒരേപോലെ ഇരിക്കണം. അത് അവിടെ ഇവിടെ എങ്ങാനും വളവ് വന്നാൽ അതിൻ്റെ ആ ഒരു ഭംഗി മൊത്തത്തിൽ പോകും. നമ്മൾ എത്ര ഭംഗിയിൽ ചെയ്താലും ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. സാധാരണ ഇൻവിസിബിൾ ചെയിൻ ഒരു 15-16 ഇഞ്ചിലാണ് നമ്മൾ എടുക്കുക. പിന്നെ കുട്ടികളുടെയൊക്കെ സൈസിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇനി നമുക്ക് ആദ്യം കൊളുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം. 2 ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കൊളുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊളുത്താണ് ഇട്ടിരിക്കുന്നത്. എസ് കൊളുത്ത് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് ഫിഷ് ഹൂക്ക് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫിഷ് ഹൂക്ക് ആണെങ്കിൽ നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ഇട്ടിട്ട് ഫിഷ് ഹൂക്ക് ഇടണം. കാരണം ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഫിഷ് ഹൂക്കിനെ നമുക്ക് നീക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ലോക്ക് ഇടുക, അടുത്തത് കൊളുത്തിടുക. അതിന് ശേഷം ഒരു കമ്പിയുടെ അറ്റം നമ്മുടെ ഗിയർ ലോക്കിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ കോർത്തെടുക്കുക. 2 ഗിയർ ലോക്ക് ഇടണം. അതിൽ ആദ്യത്തെ ഗിയർ ലോക്ക് നമ്മൾ ഒരെണ്ണം നമ്മുടെ കൊളുത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം, പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാം. കൊളുത്തിന് തൊട്ടടുത്ത് കൊണ്ടുവച്ചിട്ട് വേണം നമ്മളത് ലോക്ക് ചെയ്ത് കൊടുക്കാൻ. രണ്ടാമത്തെ ഗിയർ ലോക്ക് നമ്മൾ തിരിച്ചു കോർത്ത ആ ഒരു കമ്പിയുടെ അറ്റഭാഗത്ത് കൊണ്ടുവച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഴുത്തിലൊന്നും അത് കുത്തിക്കൊള്ളില്ല. കമ്പി ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ കുത്തിക്കൊള്ളില്ല. ഗിയർ ലോക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു പോർഷൻ ലോക്ക് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ പല വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ട് നമ്മൾ ഇതിന് മുമ്പും ഇൻവിസിബിൾ ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ ബിഗിനറായിട്ട് ജ്വല്ലറി മേക്കിംഗ് പഠിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ വിശദമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബീഡ്സ് കോർക്കണം. അപ്പോൾ അതിനും നമ്മൾ ഫസ്റ്റിൽ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റിൽ ഗിയർ ലോക്ക് ഇട്ടിട്ട് വേണം പിന്നെ നമ്മുടെ ബീഡ്സോ അല്ലെങ്കിൽ പെൻഡൻറ്റോ ഒക്കെ നമ്മൾ ലോക്കാക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ടു, അതിനുശേഷം ബീഡ് ക്യാപ്പ് ഇട്ടു, ബീഡ് ഇട്ടു, വീണ്ടും ഒരു ബീഡ് ക്യാപ്പ് ഇട്ടു, പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു ഡിസൈൻ നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പോൾ ഇവിടെ ഞാൻ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 2 ബീഡ്സ് വീതമാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ലെവലാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ലോക്ക് ചെയ്ത് കൊടുക്കാൻ. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ സെൻറ്റർ ഒന്ന് നോക്കുകയാണ്. സെൻറ്റർ നിങ്ങൾ മടക്കരുത് സെൻറ്ററാക്കിയിട്ട്, കാരണം ആ ഒരു മടക്ക് പിന്നെ അവിടെ നിൽക്കും, അത് ഭംഗികേടാവും. അപ്പോൾ 2 സൈഡിലേക്ക് 2 എണ്ണം കിട്ടും ചെയ്യും, സെൻറ്ററിലും കിട്ടും. അങ്ങനെ ഞാൻ നോക്കിയതിന് ശേഷമാണ് കേട്ടോ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം നമുക്ക് വെറുതെ ഇടാം. കാരണം അത് ബാക്കിലോട്ട് പോകും. ബീഡ്സ് അവിടെ ലോക്ക് ചെയ്താലും നമ്മൾ കാണില്ല പുറത്തേക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഒരു പകുതി ഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്കിതിനെ ലോക്ക് ചെയ്ത് നിർത്താം. ബാക്കിൽ പോകുന്ന പുറം ഭാഗത്ത് പോകുന്ന ഭാഗം നമുക്ക് പ്ലെയിൻ ആയിട്ടിടാം. അപ്പോൾ നമ്മളിത് ഈ ബീഡിൽ 2 സൈഡിൽ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുമ്പോൾ ബീഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരരുത്, കാരണം ബീഡ് ക്യാപ്പാണ്. അപ്പോൾ അവിടെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ബീഡും ബീഡ് ക്യാപ്പും വേറെ വേറെ രീതിയിൽ നിൽക്കും, ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ബീഡ്സിനെയും ബീഡ് ക്യാപ്പിനെയും നിർത്തിയിട്ട് വേണം ലോക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ അതേ രീതിയിൽ തന്നെ വീണ്ടും ഒരു ബീഡും കൂടി കോർക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇടാൻ മറക്കരുത്. അതിന് ശേഷം ക്യാപ്പും ബീഡും ക്യാപ്പും ഇടുക, വീണ്ടും ലാസ്റ്റിൽ ഒരു ഗിയർ ലോക്ക് ഇടാം. ഇനി വീണ്ടും നമ്മൾ അതുപോലെ തന്നെ വച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നോക്കണം. ബാക്കിലേക്ക് വെക്കുമ്പോൾ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കണം. നമുക്കവിടെ കൊളുത്ത് കണക്ട് ചെയ്യാനുള്ള
അവിടെ ഒരു സ്പേസ് വേണം, കൊളുത്തിന് കണക്ട് ചെയ്യാനായിട്ടൊരു സ്പേസ് വേണം. അപ്പോൾ അത് മുകളിലേക്ക് ആക്കി വെച്ചിട്ട് വേണം സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട്. കണ്ടോ, അതുപോലെ കുറച്ച് പുറത്തേക്ക് തള്ളി നിർത്തിയിട്ട് വേണം. ഇനി സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ബീഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീക്കിയിട്ട് നമ്മളിത് വീണ്ടും ആദ്യം ഗിയർ ലോക്കിനെ ലോക്ക് ചെയ്തു. അതിന് ശേഷം ലാസ്റ്റിലുള്ള ഗിയർ ലോക്ക് ഇതുപോലെ ബീഡിനെ ഒന്ന് നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ സെൻറ്ററിലാണ് പിന്നെ ഒരു ബീഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം വീണ്ടും രണ്ട് സൈഡിലേക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കോർത്ത് നമ്മൾ സെൻറ്ററിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യുമ്പോഴും നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചെയ്ത അതേ ഗ്യാപ്പിൽ തന്നെ ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ടേപ്പോ സ്കെയിലോ എടുത്തിട്ട് നിങ്ങൾ ഓരോ ബീഡ്സ് തമ്മിലുള്ള അകലം നോക്കുക. അത് സെൻറ്ററിൽ നിന്ന് അടുത്ത ബീഡിലേക്കുള്ള അകലം നോക്കുക. അത് രണ്ട് സൈഡിലും ഒരേപോലെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. അത് കുറച്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്താൽ മതി. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടേപ്പോ സ്കെയിലോ വെച്ചിട്ട് ഇതൊന്ന് അളന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ബീഡിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര വ്യത്യാസത്തിലാണ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ എന്നുള്ളത്. എന്നിട്ട് ചെയ്യായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം. ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ രണ്ടും അടുപ്പിച്ച് പിടിച്ചിട്ട് ചെയ്യുക. അടുപ്പിച്ച് പിടിച്ചൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗിയർ വയർ ഒരിക്കലും ബെൻഡായി പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അതിനെ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബീഡും കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കോർത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന മേക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചോളൂ. അപ്പോഴാണ് നമ്മുടെ ക്ലാസ്സുകളുടെ ആയാലും വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം ഞാൻ പ്ലേലിസ്റ്റായിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് കയറി നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന ടൈമിൽ കയറിയിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാം. ഇനി നമുക്ക് കൊളുത്തിടാനുള്ള ആ ഒരു ഹൂക്ക് അവിടെ റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സൈഡ് റിംഗ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ആദ്യം 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഗിയർ വയറിനെ തന്നെ ഇതുപോലെ ഒന്ന് വളച്ചിട്ട് ഗിയർ ലോക്കിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഹൂക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കൊളുത്തില്ലെങ്കിൽ ഐപ്പിന് വെച്ചിട്ട് എങ്ങനെയാണ് കൊളുത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളതും ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫസ്റ്റിൽ ഒരു ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ആ ഒരു കമ്പിയുടെ അറ്റഭാഗത്ത് കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ ഗിയർ ലോക്കും കൂടി ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.